സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്ക് മുൻപേ തന്നെ രാജ്യത്തിന്റെ മുക്കുമൂലയും സുരക്ഷാ സേന അരിച്ചുപെറുക്കി വൻ ഓപ്പറേഷൻ നടത്തിയതായിട്ടുള്ള വാർത്തകൾ പുറത്തുവരികയാണ്. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി 14 സംസ്ഥാനങ്ങളിൽ റെയ്ഡ് നടത്തി. ഇതിൽ 253 പേർ കസ്റ്റഡിയിൽ. അതുപോലെ തന്നെ ISA പിന്തുണയുള്ള ശൃംഖലയെന്ന് സംശയിക്കുന്ന ഇത്തരത്തിൽ കൊടും ഭീകരന്മാരെയാണ് പിടികൂടിയതായി തന്നെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് മുന്നോടിയായി തന്നെ രാജ്യത്ത് അട്ടിമറി പ്രവർത്തനങ്ങളും ഭീകരാക്രമണങ്ങളും ലക്ഷ്യമിട്ടെന്ന സംശയത്തെ തുടർന്നുകൊണ്ടാണ് ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ രാജ്യവ്യാപകമായി തന്നെ വൻ ഓപ്പറേഷൻ നടത്തിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാൻ ചാരസംഘടനയായ ISAയുമായി ബന്ധമുണ്ട് എന്ന ആരോപണം ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഷെഹ്സാദ് ഭട്ടി ശൃംഖലയെ ലക്ഷ്യമിട്ട് പരിശോധന ശക്തമാക്കിയത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഏകോപനത്തിൽ സംസ്ഥാന പോലീസ് സേനയുമായി തന്നെ രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഓഗസ്റ്റ് 12 ആരംഭിച്ച നടപടിയിൽ 14 സംസ്ഥാനങ്ങളിലായി തന്നെ 253 പേർ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി, പഞ്ചാബ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിലേക്കാണ് അന്വേഷണം വ്യാപിച്ചിരിക്കുന്നത്. ഡൽഹിയിലും കർണാടകയിലും തുടർ നടപടികളുടെ ഭാഗമായി തന്നെ പുതിയ FIRകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സ്വാതന്ത്ര്യ ദിനത്തിന് മുന്നോടിയായി തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരേ സമയം നടന്ന പരിശോധനയിൽ സുരക്ഷാ ഏജൻസികൾക്ക് ലഭിച്ച വിവരങ്ങളുടെ ഗൗരവം അത് കൂടുതൽ വ്യക്തമാക്കുകയാണ്. ഒരു സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങാത്ത ശൃംഖലയായിരുന്നുവോ ഇതെന്നതാണ് ഇപ്പോൾ ഏറ്റവും ഞെട്ടിക്കുന്നത്. അതോ രാജ്യവ്യാപകമായി തന്നെ ആളുകളെ ബന്ധിപ്പിച്ച് വലിയൊരു സംവിധാനത്തിന്റെ ഭാഗമായിരുന്നു എന്നും ചോദ്യം ഉയരുന്നുണ്ട്. പിടിയിലായവരുടെ ഡിജിറ്റൽ ബന്ധങ്ങളും സാമ്പത്തിക ഇടപാടുകളും മറ്റ് സാധ്യതകളുമായി തന്നെ അവിടെ കൂട്ടുപ്രവർത്തനക്കാരുമായുള്ള ബന്ധവും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെ തന്നെ ഇന്ത്യ സീറോ ടോളറൻസ് നയത്തിലാണ് മുന്നോട്ട് പോകുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ഇത് ചെയ്തിട്ടുണ്ട്. എന്നാൽ കസ്റ്റഡിയിലെടുത്ത എല്ലാവരുടെയും പങ്കും കുറ്റാരോപണങ്ങളും അന്വേഷണത്തിലൂടെ തന്നെ മാത്രമേ വ്യക്തമായി തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളൂ. മാത്രമല്ല, സ്വാതന്ത്ര്യ ദിനത്തിന് തൊട്ട് മുൻപേ തന്നെ ഇന്ത്യ നടത്തിയ ഈ വൻ ഓപ്പറേഷൻ ആകട്ടെ ഒരു ഭീകര പദ്ധതി തകർക്കുന്നതിന്റെ കഥയോ അതോ രാജ്യവ്യാപക ശൃംഖലയിലേക്ക് ഇനി അവിടെ തുറക്കാനിരിക്കുന്ന വലിയ അന്വേഷണത്തിന്റെ തുടക്കമാണോ എന്നതും ചോദ്യമാവുന്നുണ്ട്. പാകിസ്ഥാൻ ആസ്ഥാനമായി തന്നെ പ്രവർത്തിക്കുന്ന ഷെഹ്സാദ് ഭട്ടി ഭീകര ശൃംഖല ഇന്ത്യയിൽ ഉടനീളം തന്നെ ഗ്രനേഡ്, അതുപോലെ തന്നെ IED, പെട്രോൾ ബോംബ് ആക്രമണങ്ങൾക്കും ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങൾക്കും നേതൃത്വം നൽകിയതായി തന്നെ ആഭ്യന്തര മന്ത്രാലയം വെളിപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെ പോലീസ് സ്റ്റേഷനുകൾ, പ്രതിരോധ സ്ഥാപനങ്ങൾ, പ്രമുഖ ആരാധനാലയങ്ങൾ എന്നിവ നിരീക്ഷിക്കുന്നതിലും ചാരപ്രവർത്തനങ്ങൾക്കായി തന്നെ CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നതിനും അവിടെ പ്രാദേശിക ക്രിമിനലുകൾക്ക് ഇവർ വൻതോതിൽ പണം നൽകിയിരുന്നതായും അന്വേഷണത്തിൽ വ്യക്തമാവുന്നുണ്ട്. അതുമാത്രമല്ല, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം, ഭാരതീയ ന്യായ സംഹിത, ആംസ് ആക്ട്, അതുപോലെ തന്നെ സ്ഫോടക വസ്തു നിയമം എന്നിവ നിയമപ്രകാരം തന്നെ ഈ ശൃംഖലയ്ക്കെതിരെ ഇതുവരെ 80-ലധികം FIRകൾ, 200-ലധികം അറസ്റ്റുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭീകരരിൽ നിന്ന് IEDകൾ, പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറിയുടെ മുദ്രയുള്ള ഗ്രനൈഡുകൾ, പിസ്റ്റലുകൾ, വെടിയുണ്ടകൾ, രഹസ്യ വിവരശേഖരണത്തിന് ഉപയോഗിച്ച CCTV ക്യാമറകൾ എന്നിവ വൻതോതിൽ തന്നെ ഇവരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തു. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായ അതിർത്തി കടന്നുള്ള ഭീകരതയുടെ ആസൂത്രണങ്ങളെ പൂർണ്ണമായും തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് രാജ്യസുരക്ഷ അതുമായി ബന്ധപ്പെട്ട്, അതായത് ഇത്തരത്തിൽ സുരക്ഷാ സേനയാകട്ടെ രാജ്യത്ത് കർശന ജാഗ്രത ഇപ്പോഴും തന്നെ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.